എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചീപ്പ് കൊണ്ടുള്ള കുറച്ച് ഗുണങ്ങളാണ്. നമ്മൾ മുടിയിരാനൊക്കെയാണ് സാധാരണയായി ചീപ്പ് ഉപയോഗിക്കാറ്. എന്നാൽ മുടിയിരാൻ മാത്രമല്ല, മറ്റു പല ഉപയോഗങ്ങൾക്കും നമുക്ക് ചീപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നിലമടിച്ചു വാരാനായിട്ടൊക്കെ ഇതുപോലത്തെ ബ്രഷിൻ്റെ ചൂല് ഉപയോഗിക്കാറുണ്ട്. അതും അല്ലെങ്കിൽ ബാത്റൂം ക്ലീൻ ചെയ്യാനുള്ള ബ്രഷൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. ഇതിലൊക്കെ മിക്കവാറും തന്നെ മുടി പറ്റിപ്പിടിച്ചിരിക്കാറുണ്ട്. ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ബ്രഷിലാണെങ്കിലും വീട് വൃത്തിയാക്കുന്ന ബ്രഷിലാണെങ്കിലും ഒക്കെ മുടി പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഈ മുടി കളയാനായിട്ട് ഉള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും എൻ്റെ ഈ ബ്രഷിൽ നന്നായിട്ട് മുടി പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുടി കളയാനായിട്ട് നമുക്ക് ചീപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കുന്ന ബ്രഷ്, അതുപോലെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന ബ്രഷൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ചീപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഒരു പഴയ നമ്മൾ കളയുന്ന ഒരു ചീപ്പ് ഉണ്ടല്ലോ, ആ ചീപ്പ് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിന് വേണ്ടി മാത്രം ആ ചീപ്പ് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ഈ ബ്രഷ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടൊരു ചീപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചീപ്പ് വെച്ചിട്ടാണ് ഇതിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ആ ചീപ്പിൽ നന്നായിട്ട് മുടി പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ചീപ്പിൻ്റെ സൈഡിലൊക്കെ മുടി ഉണ്ടാവും. പിന്നെ നമ്മൾ ഫ്ലോറിൽ നോക്കുകയാണെങ്കിലും മുടിയും അഴുക്കും എല്ലാം ആ ഫ്ലോറിലും വീണ് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പം എളുപ്പത്തിൽ നമുക്ക് തുടയ്ക്കുന്ന ബ്രഷ്, അതുപോലെ ബാത്റൂം കഴുകുന്ന ബ്രഷൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണിത്. വളരെ ഈസി ആയിട്ട് മുടികളൊക്കെ നമുക്കിതിൽ നിന്നും കളയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ചീപ്പ് കൊണ്ടുള്ള മറ്റൊരു യൂസ് നോക്കാം. നമ്മൾ ബെഡ്ഷീറ്റൊക്കെ പലപ്പോഴും നന്നായിട്ട് വിരിക്കാറുണ്ട്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ സൈഡിൽ നമ്മളിങ്ങനെ കെട്ടൊക്കെ ഇട്ട് കൊടുത്ത് വിരിക്കുവാണെങ്കിൽ അത് ബെഡിൻ്റെ ഉള്ളിൽ നിന്നും വിട്ടൊന്നും പോരില്ല. പക്ഷേ അതിൻ്റെ സൈഡ് ടൈറ്റാണെങ്കിൽ, കട്ടിലിൽ ബെഡ് ടൈറ്റാണ് ഇരിക്കുന്നതെങ്കിൽ ആ ബെഡ്ഷീറ്റ് കട്ടില്ല രണ്ട് സൈഡിലും ടക്കിൻ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ചീപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ ചീപ്പ് ഉപയോഗിച്ചൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ ബെഡ്ഷീറ്റ് കട്ടില്ല ആ ലോക്കിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ കാലിൻ്റെ ഭാഗത്തും തലയുടെ ഭാഗത്തുമൊക്കെ ടൈറ്റായിട്ടിരിക്കുന്ന ബെഡുകളുള്ളവർക്ക് ഈ ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ ബെഡ് ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ ഇതുപോലെ ചീപ്പ് ഉപയോഗിച്ച് കുത്തി കൊടുക്കുമ്പോൾ ആ ബെഡ്ഷീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഇരിക്കും. അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടും ഇരിക്കാറുണ്ട്. നമുക്ക് ചീപ്പ് വെച്ചിട്ടുള്ള അടുത്ത യൂസ് നോക്കാം. നമ്മൾ പലപ്പോഴും അസൈൻമെൻറ്റ് അല്ലെങ്കിൽ സെമിനാറിൻ്റെ പ്രോജക്റ്റൊക്കെ എഴുതുമ്പോൾ ബോർഡർ ലൈനുകൾ വരയ്ക്കാറുണ്ട്. അപ്പോൾ ബോർഡർ ലൈനുകൾ വരയ്ക്കാനായിട്ട് നമുക്ക് ചീപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചീപ്പ് ഉപയോഗിച്ച് നമ്മൾ ലൈൻ വരച്ചു കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു ഡിസൈൻ പോലെ കിട്ടും. അപ്പോൾ കുട്ടികളൊക്കെ പ്രോജക്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ ഡിസൈൻ വർക്കുകളൊക്കെ ആവശ്യമാണെങ്കിൽ ഇങ്ങനെ ചീപ്പ് ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ബോർഡറൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ചീപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ആ ചീപ്പിൻ്റെ പല്ലകലമുള്ളത് അനുസരിച്ചിട്ട്, ചെറിയ പല്ലകലുള്ള ചീപ്പാണെങ്കിൽ ചെറിയ ഡിസൈൻ കിട്ടും. ഒത്തിരി അകലമുള്ള പല്ലകലുള്ള ചീപ്പ് എടുക്കുകയാണെങ്കിൽ കുറച്ചധികം വലിയ ഡിസൈൻ കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും. സ്കെയിലൊക്കെ വെച്ച് മാത്രമല്ല, ഇങ്ങനെ ചീപ്പും ഉപയോഗിച്ച് നമുക്ക് ഡിസൈൻ വർക്കുകൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളാണ്, കൊച്ചു കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഇനി നമുക്ക് ചീപ്പ് കൊണ്ടുള്ള മറ്റൊരു യൂസ് നോക്കാം. നമ്മൾ ഭിത്തിയിലേക്ക് ആണി അടിക്കാറുണ്ട്. അപ്പോൾ ഈ ആണിയൊക്കെ അടിക്കുമ്പോൾ ചുറ്റിക വെച്ച് നമ്മൾ അടിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കൊള്ളാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല കൈ വെച്ച് ടൈറ്റ് ചെയ്ത് പിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ചീപ്പ് ഉപയോഗിച്ചിട്ട് ആണി അടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു ചീപ്പ് എടുത്തിട്ടുണ്ട്. ഈ ചീപ്പിൻ്റെ ഉള്ളിലേക്ക് ആണി ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇത് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ അടിക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ആണി അടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതിലും കുറച്ചും കൂടി എളുപ്പത്തിൽ ക്ലിപ്പ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലോത്ത് ക്ലിപ്പ് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. ഇനി ക്ലോത്ത് ക്ലിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ചീപ്പ് ഉപയോഗിച്ചിട്ടും ഇതുപോലെ ആണിയടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ചീപ്പ് കൊണ്ടുള്ള മറ്റൊരു യൂസ് നോക്കാം. നമ്മൾ ഇതുപോലത്തെ ഡിസൈനിലൊക്കെ പേപ്പറൊക്കെ കട്ട് ചെയ്തെടുക്കണം എന്ന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ റെസിപ്റ്റ് ഫോമിലൊക്കെ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പ്രോജക്റ്റിനൊക്കെ ഇങ്ങനെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു ചീപ്പ് വെച്ചിട്ട് നമ്മൾ പേപ്പർ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ റെസിപ്റ്റൊക്കെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഡിസൈനിൽ നമുക്ക് പേപ്പർ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളാണ്. പ്രൊജക്റ്റ് അതുപോലുള്ള വർക്കുകൾക്കൊക്കെ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. പോസ്റ്റ് കാർഡൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഡിസൈൻ വർക്കൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലുള്ള മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചീപ്പിൻ്റെ കണ്ണികളുടെ അകലം അല്ലെങ്കിൽ ആ പല്ലിൻ്റെ അകലം അനുസരിച്ചാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. കുറച്ചും കൂടി അകലം കുറവുള്ള ചീപ്പ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും.
ഇനി നമ്മുടെ വീടൊക്കെ പെയിൻ്റ് അടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസൈൻ മതിലിൽ വേണമെന്നുണ്ടെങ്കിൽ ചീപ്പ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പെയിൻ്റ് അടിച്ച ശേഷം പെയിൻറ് ഉണങ്ങുന്നതിന് മുമ്പായിട്ട് ചീപ്പ് കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ ഡിസൈൻ നമുക്ക് മതിലിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ മെഹന്തിയൊക്കെ ഇടുമ്പോൾ കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇടുമ്പോൾ ഡിസൈൻ വരയ്ക്കാനായിട്ടും ചീപ്പ് ഉപയോഗിക്കാം. മൈലാഞ്ചി ഇട്ട് കൊടുത്ത ശേഷം ചെറിയ ഡിസൈനുകളൊക്കെ നമുക്ക് ചീപ്പ് കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചീപ്പ് കൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മുടി ചെയ്യാൻ മാത്രമല്ല പല കാര്യങ്ങൾക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചീപ്പ് കൊണ്ടുള്ളത് അറിയാമായിരിക്കും. അങ്ങനെ അറിയാമെങ്കിൽ നമ്മുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. അപ്പോൾ എനിക്ക് മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോന് താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.